അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ മഹ്ശറിൽ ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ സംഭവങ്ങളാണ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചത് മഹ്ശറിൽ ആളുകൾ ഏറെ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി നടത്തുന്ന ശുപാർശയാണ്. അഷ്ശഫാഅത്തുൽ ഉളുമ, ഏറ്റവും വലിയ ഷഫാഅത്ത്, ശുപാർശ എന്ന് പറയപ്പെടുന്ന വിചാരണക്ക് സൃഷ്ടികൾ എടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്ന ആ ഏറ്റവും വലിയ ഷഫാഅത്ത്. അതിനു പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേറെയും ചില ഷഫാഅത്തുകളുണ്ട്. അവയെ സംബന്ധിച്ചെല്ലാമുള്ള കൃത്യമായ ചില ഹദീസുകളുടെ പിൻബലത്തോടു കൂടിയുള്ള വിശദീകരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം നിർവഹിച്ചു. അതിൻ്റെ തുടർച്ചയെന്നോണം ചില ഹദീസുകൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, യഖ്റുജു മിനൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിഹി വസ്നു ശഈറത്തിൻ മിൻ ഖൈരിൻ. നരകത്തിൽ നിന്ന് പുറപ്പെടും, അല്ലെങ്കിൽ രക്ഷപ്പെടും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി. അയാളുടെ ഹൃദയത്തിലാകട്ടെ വസ്നു ശഈറത്തിൻ മിൻ ഖൈരിൻ, ഒരു ബാർലിയുടെ അത്രയും തോതിൽ, ഒരു ബാർലി മണിയുടെ അത്രയും തോതിൽ ഖൈർ അല്ലെങ്കിൽ ഈമാൻ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക്, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നരകത്തിലെ ശിക്ഷകൾക്ക് ശേഷം അയാൾ പുറത്തു വരും. വയഖ്റുജു മിനൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിഹി വസ്നു ബുർറത്തിൻ മിൻ ഖൈരിൻ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു ഗോതമ്പ് മണിയോളം ഖൈർ ഹൃദയത്തിലുള്ള ആളുകൾ, അതോടൊപ്പം അവർ തൗഹീദുള്ളവരായിരിക്കണം. അതാണ് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ തൗഹീദ് അംഗീകരിക്കുകയും പിന്നീട് വലിയ നന്മകളൊന്നുമില്ലാതിരിക്കുകയും ധാരാളം തിന്മകൾ ചെയ്യുകയും ചെയ്ത വ്യക്തികൾ, അവരുടെ ഹൃദയത്തിൽ ഒരു ഗോതമ്പ് മണിയോളം ഖൈർ അല്ലെങ്കിൽ ഈമാൻ ഉണ്ടെങ്കിൽ അവരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. വയഖ്റുജു മിനൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിഹി വസ്നു ദർറത്തിൻ മിൻ ഖൈരിൻ. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഹൃദയത്തിൽ അണുമണി തൂക്കം ഈമാൻ അല്ലെങ്കിൽ ഖൈറുള്ള ആളുകളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ ഇത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ ഒരു ബാർലി മണിയോളമോ ഗോതമ്പ് മണിയോളമോ അല്ലെങ്കിൽ മിസ്കാലു ദർറത്ത്, അണുമണി തൂക്കം വരെ ഖൈറുള്ള ആളുകൾ. പക്ഷേ അവിടെ കണ്ടീഷനുണ്ട്. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ് റെഡിയായിരിക്കണം. ഷിർക്ക്, വലിയ ഷിർക്ക് ഒരു കാരണവശാലും ഉണ്ടാകുവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത്തരം ആളുകൾക്ക് അവരുടെ തിന്മകൾക്കനുസരിച്ചുള്ള ശിക്ഷകൾക്ക് ശേഷം അവർക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഇബ്നു അബീ ശൈബ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യഖൂലു സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വഅദനി റബ്ബി അൻ യുദ്ഖിലൽ ജന്നത മിൻ ഉമ്മത്തി 70,000. എൻ്റെ റബ്ബ് എനിക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്നു, എൻ്റെ ഉമ്മത്തിൽ നിന്ന് 70,000 ആളുകളെ അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. 70,000 മാത്രമല്ല, പിന്നെയോ മഅ കുല്ലി അൽഫിൻ 70,000, ഓരോ 1000ൻ്റെ കൂടെയും വേറെയും ഒരു 70,000. അപ്പോൾ 70,000, ആ 70,000-ലെ ഓരോ 1000ൻ്റെ കൂടെയും മറ്റൊരു 70,000, അത്രയും ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. എങ്ങനെ? ലാ ഹിസാബ അലൈഹിം, അവർക്ക് വിചാരണ പോലുമില്ല, വലാ അദാബ്, അവർക്ക് ശിക്ഷയുമില്ല. ശിക്ഷയില്ലാതെ, വിചാരണയില്ലാതെ 70,000 ആളുകൾ, ഓരോ 1000ൻ്റെ കൂടെയും 70,000 വേറെ. അപ്പോൾ എത്രയാണ് അതിൻ്റെ എണ്ണം?
കണക്ക് കൂട്ടി നോക്കുക. അത്രയും ആളുകളെ ഈ ഉമ്മത്തിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്നു. വസലാസു ഹസയാത്തിൻ മിൻ ഹസയാത്തി റബ്ബി, അതിനു പുറമെ എൻ്റെ രക്ഷിതാവിൻ്റെ 3 പിടുത്തവുമുണ്ടാകും എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൈകൾ കൊണ്ട് 3 പിടുത്തം അത്രയും ആളുകളെ അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഇമാം അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സിൽസിലത്തുൽ അഹാദീസ് സഹീഹയിൽ ഇമാം ബഗവി റഹിമഹുല്ല അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ള അലി ഇബ്നു ജഅദിൽ നിന്നുള്ള ഹദീസിൽ കാണാം റഹിമഹുല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സഅൽതു അസ്സ വജൽ അശ്ശഫാഅത ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് ഷഫാഅത്തിന് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു. ഫഖാല ലി, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞു, ലക 70,000 യദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്, താങ്കളുടെ ഉമ്മത്തിൽ 70,000 ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകും, അത് താങ്കൾക്കുള്ളതാകുന്നു. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ ലഭിച്ചതാണ്. ഫഖുൽതു യാ അല്ലാഹ് സിദ്നി, അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വീണ്ടും പറഞ്ഞു, ഈ ഉമ്മത്തിനോട് കാരുണ്യമുള്ള പ്രവാചകൻ പറഞ്ഞു, സിദ്നി, അള്ളാഹുവെ എനിക്ക് വീണ്ടും വർദ്ധിപ്പിച്ചതാ. ഫഖാല ഫഇന്ന ലക ഹകദാ ഫഹസാ ബൈന യദൈഹി വഅൻ യമീനിഹി വഅൻ ശിമാലി, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ മുന്നിലേക്കും വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കുമായി കാണിച്ചുകൊണ്ട് 3 പിടുത്തം അത്രയും ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും, അല്ലെങ്കിൽ അത്രയും ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഷഫാഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്രകാരം ലഭിക്കുന്നത് എന്ന് ഈ ഹദീസ് നമുക്ക് തെളിവ് നൽകുന്നു. അപ്പോൾ നേരത്തെ ഇമാം ബുഖാരിയും അതേപോലെ തന്നെ ഇബ്നു അബി ഷൈബ റഹ്മത്തുള്ളാഹി അലൈഹി മജ്മഈൻ അവർ ഉദ്ധരിച്ച ഹദീസുകളിലുള്ളത് 70,000 ആളുകൾ, ഓരോ 1000ൻ്റെ കൂടെയും മറ്റൊരു 70,000 വിചാരണയില്ലാതെ അവർ സ്വർഗത്തിൽ പോകും. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 3 പിടുത്തവും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചതാണ് എന്നതിലേക്ക് ഈ ഹദീസ് സൂചന നൽകുന്നുണ്ട്. അതാണ് സഅൽതുല്ലാഹ അസ്സ വജല്ല ഷഫാഅത ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് ഷഫാഅത്ത് ഞാൻ ചോദിച്ചപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫഖാല ലി ലക 70,000 യദ്ഖുലൂനൽ ജന്ന, താങ്കൾക്ക് 70,000 ആളുകളുണ്ട്, അവർ സ്വർഗത്തിൽ ബിഗൈരി ഹിസാബ് വിചാരണയില്ലാതെ പ്രവേശിപ്പിക്കപ്പെടും. പ്രവാചകൻ പറഞ്ഞു, യാ അല്ലാഹ് സിദ്നി, അല്ലാഹുവേ എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രവാചകൻ വീണ്ടും ഷഫാഅത്ത് ചെയ്യും. അപ്പോൾ ഫഇന്ന ലക ഹകദാ, ഇപ്രകാരം നിനക്കുണ്ടാകുമെന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മുന്നിലേക്കും വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും കാണിച്ചു. എന്ന് പറഞ്ഞാൽ 3 പിടുത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിക്കും, അതിൽ ഉൾപ്പെടുന്ന ആളുകളൊക്കെ സ്വർഗത്തിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിടുത്തം എന്നത് ഒരിക്കലും അനീതിയില്ലാത്ത അക്രമമില്ലാത്ത പിടുത്തമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. സ്വർഗത്തിന് അർഹരായ ആളുകൾ മാത്രമായിരിക്കും അതിൽ ഉൾപ്പെടുക എന്നും നാം മനസ്സിലാക്കുക. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലഭിക്കുന്ന മറ്റൊരു നിഅമത്താണ് ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന അക്സറുൽ അംബിയാഇ തബഅൻ യൗമൽ ഖിയാമ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അന അക്സറുൽ അംബിയാഇ തബഅൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ അനുയായികൾ ഉണ്ടാകുന്നത് എനിക്കാണ്. വ അന അവ്വലു മൻ യഖറഉ ബാബൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലിൽ ആദ്യം മുട്ടുന്നത് ഞാനായിരിക്കും. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം മുട്ടുന്നത് ഞാനായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹിയുടെ മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം, അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതി ബാബൽ ജന്നതി യൗമൽ ഖിയാമ ഫഅസ്തഫ്തിഹു, ഞാൻ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൻ്റെ അടുക്കൽ ചെല്ലും, എന്നിട്ട് സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ ഞാൻ ആവശ്യപ്പെടും. ഫയഖൂലുൽ ഖാസിനു മൻ അൻത, അപ്പോൾ സ്വർഗത്തിൻ്റെ കാവൽക്കാരൻ ചോദിക്കും, മൻ അൻത, താങ്കൾ ആരാണ്? ഫഅഖൂലു, അപ്പോൾ ഞാൻ പറയും, മുഹമ്മദുൻ, മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയഖൂലു ബിക ഉമിർതു ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക്, അപ്പോൾ സ്വർഗത്തിൻ്റെ ആ കാവൽക്കാരൻ പറയും, ബിക ഉമിർതു, താങ്കളെക്കുറിച്ചാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത്, അതുകൊണ്ട് തന്നെ ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക്, താങ്കൾക്ക് മുമ്പ് ഒരാൾക്കും ഞാനത് തുറന്നു കൊടുക്കുമായിരുന്നില്ല, താങ്കൾ വന്നാൽ തുറന്നു കൊടുക്കാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത് എന്നാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ ആദ്യം തുറക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലായിരിക്കും.
അള്ളാഹുവിൻ്റെ റസൂൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുന്നത് ഒരു തരം ഷഫാഅത്തായി തന്നെയാണ് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൻ്റെ വാതിലിൽ മുട്ടുകയും സ്വർഗാവകാശികളായ ആളുകളെ, പ്രത്യേകിച്ചും വിചാരണയില്ലാതെ അദാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ഇമാം തിർമിദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അൻ ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅതി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി. ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം കേട്ടു, എന്താണ് പ്രവാചകൻ പറഞ്ഞത്? ശഫാഅതി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എൻ്റെ ഷഫാഅത്ത് എൻ്റെ ഉമ്മത്തിലെ വൻ പാപങ്ങൾ ചെയ്തവർക്കുള്ളതാകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ആർക്ക് കൂടി ലഭിക്കും? വൻ പാപങ്ങൾ ചെയ്ത ആളുകൾക്ക് ലഭിക്കും. ചെറിയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് പുറത്തു കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇനി വലിയ ചെറിയ പാപങ്ങളും ഉണ്ടെങ്കിൽ തന്നെ അത് ഈ വലിയ പാപത്തിൻ്റെ കൂടെ പൊറുക്കപ്പെടുന്നതാകുന്നു. അപ്പോൾ അഹ്ലുൽ കബായിറിന്, വൻ പാപങ്ങൾ ചെയ്ത ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുപാർശ പറയും. ഈ ഉമ്മത്തിൽ അവർ ഒരു വേള നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയാൽ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കപ്പെടും. രണ്ട് നിലക്കും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. രണ്ടിലേക്കും സൂചനകൾ നൽകുന്ന ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ കാരണം, വൻ പാപങ്ങൾ കാരണത്താൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകൾ ഉടനെ തന്നെ അതിൽ നിന്ന് പുറത്തു കടക്കപ്പെടും, അല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിക്കാതെ തന്നെ അവർക്ക് പൊറുക്കപ്പെടും. അപ്പോൾ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിലെ വൻ പാപങ്ങൾ ചെയ്ത ആളുകൾക്ക് ശുപാർശ പറയുന്നതാണ്. അപ്പോൾ പിന്നെ ചെറിയ പാപങ്ങൾ ചെയ്ത ആളുകൾ അതിൽ ഉൾപ്പെടുമെന്നതിൽ സംശയമില്ല എന്ന് ഉലമാക്കൾ വിശദീകരിക്കുന്നു. അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്തും, അതുകൊണ്ട് പാപങ്ങളെല്ലാം ചെയ്യാം എന്ന് ആരും ധരിക്കരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ആരിലൊക്കെയാണ് സ്വീകരിക്കപ്പെടുന്നത് അത് നമുക്ക് പറയുക സാധ്യമല്ല. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തൃപ്തിപ്പെട്ട ആളുകൾക്കല്ലാതെ അവർ ശുപാർശ ചെയ്യുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ലഭിച്ചവരാണെങ്കിലേ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം തിന്മകൾ ചെയ്യുകയും റസൂലിൻ്റെ ശഫാഅത്ത് കൊണ്ടങ്ങ് രക്ഷപ്പെട്ടേക്കാമെന്ന വ്യാമോഹവും തെറ്റായ നിലക്ക് പ്രമാണങ്ങളെ മനസ്സിലാക്കി ചെയ്താൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത്തരം ഹദീസുകൾ തിന്മകൾ ചെയ്യാൻ വിശ്വാസികൾക്ക് പ്രേരണയായി തീരരുത്. മറിച്ച് അബദ്ധവശാലോ മറ്റു കാരണങ്ങൾ കൊണ്ടോ വല്ല അബദ്ധങ്ങളും തെറ്റുകളും ജീവിതത്തിൽ വന്നുപോയാൽ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ഉപകാരപ്പെടും എന്ന് മാത്രമേ ഈ ഹദീസുകളിലൂടെ നാം മനസ്സിലാക്കാൻ പാടുള്ളൂ. അതല്ലാതെ തിന്മകൾ ചെയ്യുന്ന ആളുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് അല്ല, അവർക്കുള്ള ഒരു ഇളവല്ല, ഒരു സന്തോഷവാർത്തയല്ല അത് എന്ന് മനസ്സിലാക്കുക. അവർ ഒരിക്കലും തന്നെ ആ നിലക്കതിനെ തെറ്റിദ്ധരിച്ച് തിന്മകൾ ചെയ്യാൻ മെനക്കെടരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പറയുന്നു, യഖ്റുജു ഖൗമുൻ മിനൻ നാരി ബിശഫാഅത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയദ്ഖുലൂനൽ ജന്ന. നരകത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കാരണത്താൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. യുസമ്മൂനൽ ജഹന്നമിയീൻ, അവർക്ക് ജഹന്നമിയീങ്ങൾ എന്ന് പേര് നൽകപ്പെടും, അല്ലെങ്കിൽ അങ്ങനെ അവരെ ആളുകൾ വിളിക്കും. അഥവാ ജഹന്നമികൾ, ജഹന്നമി, അവർ നരകത്തിലായിരുന്നു എന്ന അർത്ഥത്തിലാണ് ആ പേര് പറയുന്നത്. അങ്ങനെയുള്ള നരകത്തിൽ ആദ്യം പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകൾ അവർ വിശ്വാസികളാണ്. നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കാരണത്താൽ അവർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. ജഹന്നമികൾ എന്ന് അവർ വിളിക്കപ്പെടും എന്നാണ്. ഒരു ഹദീസ് കൂടി അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻ വയുക്തബു ബൈന അയ്യുനിഹിം ഹഉലായി ഉതഖാഉല്ലാഹ്, അവരുടെ രണ്ട് കണ്ണുകൾക്കിടയിലും ഉതഖാഉല്ലാഹ് എന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ്. ഉതഖാഉല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു മോചിപ്പിച്ചവർ. നരകത്തിൽ നിന്ന് അമ്പിയാക്കളുടെ ശുപാർശ മൂലവും സാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും ശുപാർശ കാരണത്താലും അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ 3 പിടുത്തം പിടിക്കുമെന്ന് പറഞ്ഞല്ലോ, ആ നിലക്കും മോചിപ്പിക്കപ്പെട്ടവരാണവർ. അവർ നരകാവകാശികളായിരുന്നു, പക്ഷേ അള്ളാഹു അവരെ മോചിപ്പിച്ചു.
അതുകൊണ്ട് തന്നെ അവരുടെ 2 കണ്ണുകൾക്കിടയിൽ ഉതഖാ ഉല്ലാഹ്, അള്ളാഹു മോചിപ്പിച്ചവർ എന്ന് പേര് നൽകപ്പെടും. ഫയുദ്ഹബു ബിഹിം ഫയദ്ഖുലൂനൽ ജന്ന, അങ്ങനെ അവരെയും കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. ഫയഖൂലു ലഹും അഹ്ലുൽ ജന്ന ഹഉലാഇൽ ജഹന്നമിയ്യൂൻ, അപ്പോൾ സ്വർഗത്തിലുള്ള ആളുകൾ ഇവരെക്കുറിച്ച് പറയും. നേരത്തെ തന്നെ സ്വർഗത്തിൽ പോയ, ഒട്ടും നരകത്തിൽ പോവാതെ സ്വർഗത്ത് പോയ ആളുകൾ ഇവരെ പറയും, ഇവർ ജഹന്നമികളാണ്, നരകത്തുനിന്ന് വരുന്നവരാണ് എന്ന അർത്ഥത്തിൽ പറയും. ഫയഖൂലുൽ ജബ്ബാറു, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് പറഞ്ഞു കൊടുക്കും, അല്ല അങ്ങനെയല്ല, അങ്ങനെ അവരെ പറയരുത്. ബൽ ഹഉലായി ഉതഖാഉൽ ജബ്ബാർ, ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വതആല മോചിപ്പിച്ചവർ എന്ന നിലക്ക് പറയൂ, അതല്ലാതെ ജഹന്നമികൾ, നരകത്തിൻ്റെ ആളുകൾ എന്നവരെക്കുറിച്ച് പറയാതിരിക്കൂ. അള്ളാഹു അവരെ മോചിപ്പിച്ചിരിക്കുന്നു, അള്ളാഹു അവർക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. ഇനി നിങ്ങളും അവരും സ്വർഗത്തിൽ എല്ലാ സുഖങ്ങളോടുകൂടി ഇഖ്വാനുകളായി ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ആ പേര് അങ്ങനെ സ്വർഗത്തിൻ്റെ ആളുകൾ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പറഞ്ഞു കൊടുക്കും, അവർ ഉതഖാ ഉല്ലാഹ്, അള്ളാഹു മോചിപ്പിച്ചവരാണ്, ജബ്ബാറായ അള്ളാഹു സുബ്ഹാനഹു വതആല മോചിപ്പിച്ചവരാണ്, അങ്ങനെയാണ് അവരെക്കുറിച്ച് പറയേണ്ടത് എന്ന് പറയപ്പെടും. അപ്പോൾ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അതിമഹത്തായ കാരുണ്യം കൊണ്ട് അവൻ്റെ വകയായിട്ടുള്ള 3 പിടുത്തം, അങ്ങനെയെല്ലാം തന്നെ ധാരാളം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. അവർക്ക് നരകത്തിൽ നിന്നും മഹ്ശറിലെ പ്രയാസങ്ങളിൽ നിന്നും ഇൻഷാ അള്ളാഹ് ആശ്വാസവും ലഭിക്കുന്നതാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഷഫഅത്തിൽ മലായിക, മലക്കുകൾ ശുപാർശ പറഞ്ഞു. വശഫഅൻ നബിയ്യൂൻ, നബിമാർ ശുപാർശ പറഞ്ഞു. വശഫഅൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളും ശുപാർശ പറഞ്ഞു. വലം യബ്ഖ ഇല്ലാ അർഹമുർ റാഹിമീൻ, ഇനി പരമകാരുണികനായ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമേ ബാക്കിയുള്ളൂ. ഫയഖ്ബിദു ഖബ്ളതൻ മിനന്നാർ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് ഒരൊറ്റ പിടുത്തം പിടിക്കും. ഫയുഖ്രിജു മിൻഹാ ഖൗമൻ ലം യഅമലു ഖൈറൻ ഖത്തു, ഒരു നന്മയും പ്രവർത്തിക്കാത്ത, എന്നാൽ വിശ്വാസമുണ്ട് പക്ഷേ ഒരു നന്മയും പ്രവർത്തിക്കാത്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല അവസാനം നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നാണ്. അപ്പോൾ ഈ ഹദീസ് വളരെ ശ്രദ്ധേയമായ ഹദീസാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസ്. ഇതിൽ നമുക്ക് ലഭിക്കുന്ന ചില പോയിന്റുകളുണ്ട്. ഒന്ന്, ഷഫഅത്തിൽ മലായിക, മലക്കുകൾ ശുപാർശ പറയും. അങ്ങനെ മലക്കുകൾ അന്ന് ശുപാർശ പറഞ്ഞിരിക്കുന്നു. അള്ളാഹു പറയുകയാണ്, ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അള്ളാഹു പറയും, എന്താണ്? ഷഫഅത്തിൽ മലായിക, മലക്കുകൾ ശുപാർശ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മലക്കുകളുടെ ശുപാർശ ലഭിക്കും. വശഫഅൻ നബിയ്യൂൻ, നബിമാരും ശഫാഅത്ത് നടത്തിയിരിക്കുന്നു. അപ്പോൾ നബിമാരും ശുപാർശ പറയും. വശഫഅൽ മുഅ്മിനൂൻ, ഇതാ വിശ്വാസികളും ശുപാർശ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സത്യവിശ്വാസികളും ശുപാർശ പറയും. അപ്പോൾ മുഅ്മിനുകൾക്കെല്ലാവർക്കും ശുപാർശ പറയാനുള്ള അനുവാദമുണ്ടാകും. നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട വിശ്വാസികളെ മോചിപ്പിക്കുവാൻ വേണ്ടിയും സ്വർഗത്തിലുള്ള ആളുകൾക്ക് കൂടുതൽ ദർജ കിട്ടാൻ വേണ്ടിയും വിശ്വാസികൾ ശുപാർശ പറയുന്നതാണ്. എന്നാൽ ശഫാഅത്തുൽ ഉദുമ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ്. നേരത്തെ നാം സൂചിപ്പിച്ച, അഥവാ മഹ്ശറിൽ ആളുകൾ പ്രയാസപ്പെടുമ്പോൾ മറ്റ് എല്ലാ നബിമാരും ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ ആ സന്ദർഭത്തിൽ ആ ഷഫാഅത്ത് ഏറ്റെടുക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് ഷഫാഅത്തുൽ ഉദുമയാണ്. അതേപോലെ തന്നെ അഹ്ലുൽ കബായിറിൽപ്പെട്ട വൻ പാപങ്ങൾ ചെയ്ത ആളുകൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയുണ്ടാകും. അതേപോലെ തന്നെ 70,000 ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശുപാർശ, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ നരകത്തിൽ കിടക്കുന്ന മറ്റ് ആളുകൾക്ക് വേണ്ടി, അവർ വൻ പാപങ്ങൾ ചെയ്തവരാണെങ്കിലും ശരി, അവർക്ക് വേണ്ടി മറ്റു നബിമാരും ശുപാർശ പറയും. സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സാലിഹീങ്ങളും എല്ലാവരും ശുപാർശ പറയുന്നതാണ്. അവരുടെ ശുപാർശകൾ സ്വീകരിക്കപ്പെടും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലം യബ്ഖ ഇല്ലാ അർഹമുർ റാഹിമീൻ, ഇനി പരമകാരുണ്യകനായ കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ ഇനി വേറെ ആരും ബാക്കിയില്ല എന്ന് പറയും. എന്നിട്ട് അല്ലാഹു അവൻ്റെ വക ഫയഖ്ബിദു ഖബ്ളതൻ മിനന്നാർ, നരകത്തിൽ നിന്ന് ഒരൊറ്റ പിടുത്തം അല്ലാഹു പിടിക്കും. ഫയുഖ്രിജു മിൻഹാ ഖൗമൻ ലം യഅമലു ഖൈറൻ ഖത്തു, ഒരു ഖൈറും പ്രവർത്തിക്കാത്ത ആളുകൾ വരെ, എന്നാൽ അവർ ഷഹാദത്ത് കലിമ ചൊല്ലിയവരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ രക്ഷപ്പെടുത്തും നരകാഗ്നിയിൽ നിന്നും. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. വളരെ ലളിതമായൊരു വിചാരണയോട് കൂടിയോ അതല്ലെങ്കിൽ വിചാരണ തന്നെ ഇല്ലാതെയോ അദാബില്ലാതെയോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, വിശ്വാസികൾ എപ്രകാരമാണ് ശുപാർശ പറയുക എന്നതിനെക്കുറിച്ച് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫമാ അൻതും ബി അശദ്ദലി മുനാശദതൻ
ഫിൽ ഹഖി ഖദ് തബയ്യന ലക്കും മിനൽ മുഅ്മിനി യൗമൈദിൻ ലിൽ ജബ്ബാർ വഇദാ റഔ അന്നഹും ഖദ് നജൗ ഫീ ഇഖ്വാനിഹിം യഖൂലൂൻ റബ്ബനാ ഇഖ്വാനുനാ കാനൂ യുസല്ലൂന മഅനാ വയസൂമൂന മഅനാ വയഅമലൂന മഅനാ. വിശ്വാസികളായ ആളുകൾ അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലക്ക് തന്നെ അള്ളാഹുവിൻ്റെ അടുത്ത് വാദിക്കുമെന്നാണ്. അങ്ങനെ അവർ ഇദാ റഔ അന്നഹും ഖദ് നജൗ, സിറാത്ത് പാലത്തിലൂടെ അവർ സഞ്ചരിക്കും. അങ്ങനെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടാതെ അവർ ആ പാലം കടന്ന് അപ്പുറമെത്തും. പക്ഷേ ധാരാളം തിന്മ ചെയ്ത വിശ്വാസികൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. അങ്ങനെ അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ നോക്കൂ, സത്യവിശ്വാസികൾ പറയുന്നത് എന്താണ്? അൽഹംദുലില്ലാ, അവർ പറയും റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇഖ്വാനുന, ഞങ്ങളുടെ സഹോദരങ്ങളാണവർ, കാനു യുസല്ലൂന മഅന, ഞങ്ങളുടെ കൂടെ നമസ്കരിച്ചവരാണ്, വയസൂമൂന മഅന, ഞങ്ങളുടെ കൂടെ നോമ്പ് നോറ്റവരാണ്, വയഅമലൂന മഅന, ഞങ്ങളുടെ കൂടെ മറ്റു കാര്യങ്ങൾ പ്രവർത്തിച്ചവരാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇതിൽ പ്രധാനപ്പെട്ട 2 പോയിന്റുകളുണ്ട് ഈ പറഞ്ഞതിൽ. ഒന്ന്, വിശ്വാസികളായ ആളുകൾ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. ആ സാഹോദര്യത്തിൻ്റെ ഗുണഫലം നോക്കൂ നിങ്ങൾ. ഖിയാമത്ത് നാളിൽ നമുക്ക് വേണ്ടി ശുപാർശ പറയും നല്ല കൂട്ടുകാർ. അല്ലാത്തവരൊക്കെ നമ്മെ കയ്യൊഴിയും. നല്ലവരല്ലെങ്കിൽ അവരെ നമുക്കും വേണ്ട, അവർക്ക് നമ്മെയും ആവശ്യം വരികയില്ല, ഉപകാരപ്പെടുകയില്ല. എന്നാൽ വിശ്വാസികൾ പരസ്പരം ഉപകാരപ്പെടും. അൽ അഖില്ലാഉ യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങളൊഴികെ ബാക്കി എല്ലാ സുഹൃത്തുക്കളും ശത്രുക്കളായിരിക്കുമെന്നാണ്. എന്നാൽ മുത്തഖീങ്ങൾ ശത്രുക്കളല്ല. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യുന്നു? അവർ ശുപാർശ പറയും. അപ്പോൾ എല്ലാ സത്യവിശ്വാസികൾക്കും ശുപാർശ പറയാനുള്ള ഒരു അവസരമുണ്ടാകും. ഇതിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. രണ്ടാമത്തെ പോയിൻ്റ്, ഈ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർ ആരാണ്? യുസല്ലൂന മഅനാ വയസൂമൂന മഅനാ വയഅമലൂന മഅനാ, ഞങ്ങളുടെ കൂടെ നമസ്കരിച്ചവരും നോമ്പ് നോറ്റവരും പ്രവർത്തിച്ചവരുമാണ്. ഇതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്, നമസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, മറ്റ് അമലുകളിലെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എന്ത് കാരണം കൊണ്ടാണ് അവർ നരകത്തിൽ പോയത്? ശ്രദ്ധിക്കുക. ഒരു പക്ഷേ നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന പല കർമ്മങ്ങൾ കൊണ്ടും നാം നരകാവകാശികളായി പോയേക്കാം. നാം നമസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ മാതാപിതാക്കളോട് മോശമായി പെരുമാറിയാൽ അതിൻ്റെ പേരിൽ നരകത്തിൽ പോകേണ്ടി വന്നേക്കാം. വല്ലതും മോഷ്ടിക്കുകയോ മറ്റുള്ളവരുടെ ഹക്ക് നമ്മൾ പിടിച്ചു വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടേക്കാം. ഗീബത്ത് കൊണ്ടും നമീമത്ത് കൊണ്ടും അതേപോലെ തന്നെ കളവുകൾ പറഞ്ഞാലും ആ നിലക്ക് എന്തെല്ലാം തിന്മകളുണ്ടോ അതിലൂടെയൊക്കെ ഒരു പക്ഷേ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടേക്കാം. അള്ളാഹുവിനെ സംബന്ധിച്ച് അറിവില്ലാതെ പറയലും ബിദ്അത്തുകൾ ചെയ്യലും വഴിതെറ്റിപ്പോകലുമെല്ലാം നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ കാരണമായി തീരും. അതുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ നമസ്കരിച്ചു, നോമ്പ് നോറ്റു, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവർ നരകത്തിലാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ കർമ്മങ്ങൾ നമ്മളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ. ഒരല്പം നമസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ സ്വർഗത്തിൽ തന്നെ, ഞാനിനി ഒരിക്കലും നരകത്തിൽ പോവില്ല എന്ന് ഒരാളും വിചാരിക്കാൻ പാടില്ല എന്നർത്ഥം. ഈ 2 പോയിന്റുകൾ ശ്രദ്ധേയമാണ്. ഫയഖൂലുല്ലാഹു തആല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇദ്ഹബു, നിങ്ങൾ പോയിക്കോളൂ, ഫമൻ വജത്തും ഫീ ഖൽബിഹി മിസ്ഖാല ദീനാരിൻ മിൻ ഈമാനിൻ ഫഅഖ്രിജു, ഒരു ദീനാറിൻ്റെ അത്രയും തൂക്കം ഈമാനുള്ളവരെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നോളൂ. അപ്പോൾ വിശ്വാസികൾക്ക് അല്ലാഹു ഒരു ചാൻസ് നൽകുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ കൂടെ നമസ്കരിച്ച് നോമ്പ് നോറ്റ് നടന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മിസ്കാല് ദീനാറെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്നോളൂ. വയുഹരിമുല്ലാഹു സുവറഹും അലന്നാർ, അവരുടെ രൂപം അത് നരകത്തിൽ എരിഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം അള്ളാഹു അത് നരകത്തിന് നിഷിദ്ധമാക്കും. അതുകൊണ്ട് അവരുടെ മുഖങ്ങൾ വ്യക്തമായിരിക്കും. അതുകൊണ്ട് രക്ഷപ്പെട്ട ആളുകൾക്ക് അവരെ വേഗം മനസ്സിലാക്കാൻ കഴിയും. ഫയഅ്തൂനഹും വബഅദുഹും ഖദ് ഗാബ ഫിന്നാരി ഇലാ ഖദമി, അങ്ങനെ ഈ സഹോദരങ്ങൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നരകത്തിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ അവരിൽ പലരും നരകത്തിലേക്ക് മുങ്ങിയിട്ടുണ്ട്. ചിലർ അവരുടെ പാദം വരെ, ചില ആളുകൾ അവരുടെ കണങ്കാലിൻ്റെ പകുതി വരെ ഒക്കെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഫയുഖ്രിജൂന മൻ അറഫു, അങ്ങനെ അവർക്കറിയാവുന്നവരെയെല്ലാം അവർ പുറത്തേക്ക് കൊണ്ടുവരും. അവർക്ക് അറിയാവുന്നവരെല്ലാം അവർ പുറത്തു കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഒരു ദീനാറിൻ്റെ അത്രയും ഈമാനുള്ളവരെ പുറത്തു കൊണ്ടുവരാനാണ് പറഞ്ഞത്. അവരെയൊക്കെ പുറത്താക്കിയപ്പോഴും പിന്നെയും കുറച്ചാളുകൾ വീണ്ടും ബാക്കിയുണ്ട്. സുമ്മ യഊദൂൻ, അവർ വീണ്ടും മടങ്ങി വരും. ഫയഖൂലു,
അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയും, ഇദ്ഹബൂ ഫമൻ വജത്തും ഫീ ഖൽബിഹി മിസ്ഖാല നിസ്ഫി ദീനാരിൻ ഫഅഖ്രിജൂ. ഇനി ഒരു ദീനാറിൻ്റെ അത്രയും വേണ്ട, അര ദീനാറോളം ഈമാനുള്ളവരെയും നിങ്ങൾ പുറത്താക്കിക്കോളൂ. ഫയുഖ്രിജൂന മൻ അറഫു, അങ്ങനെ അവർക്കറിയാവുന്നവരെ അവർ വീണ്ടും പുറത്തു കൊണ്ടുവരും. സുമ്മ യഊദൂൻ, അവർ വീണ്ടും മടങ്ങും. ഫയഖൂലു, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയും, ഇദ്ഹബൂ ഫമൻ വജത്തും ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ ഈമാനിൻ ഫഅഖ്രിജൂ. അണുമണിത്തൂക്കം ഈമാനുള്ള ആളുകളെയും നിങ്ങൾ രക്ഷപ്പെടുത്തിക്കോളൂ. ഫയുഖ്രിജൂന മൻ അറഫു, അങ്ങനെ അണുമണിത്തൂക്കം ഈമാനുണ്ട് എന്ന് അറിയപ്പെട്ടവരെ വരെ ആ സഹോദരങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും അവരുടെ ശുപാർശയിലൂടെ. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ കാരുണ്യം നോക്കൂ. അതോടൊപ്പം വിശ്വാസികൾ തമ്മിലുള്ള പരസ്പര സാഹോദര്യത്തിൻ്റെ ഗുണഫലം നോക്കൂ. അതുകൊണ്ടാണ് നാം പറയുന്നത് എപ്പോഴും നല്ല കൂട്ടുകാരെ നമുക്കുണ്ടാകാൻ പാടുള്ളൂ. വിശ്വാസികളായ കൂട്ടുകാരുടെ കൂടെ ആയിരിക്കണം. അവിശ്വാസികൾക്ക് നമുക്ക് വേണ്ടി ശുപാർശ പറയാൻ പോലും അവസരം ഉണ്ടാവില്ല, അവർ നരകത്തിലായിരിക്കും. അതുകൊണ്ട് നല്ല കൂട്ടുകാരായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. ഖാല അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഫഇല്ലം തുസദ്ദിഖൂനി ഫഖ്റഊ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ എങ്കിൽ പാരായണം ചെയ്തോളൂ. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ വഇൻ തകു ഹസനതൻ യുദാഇഫഹ. ഒരു അണുമണിത്തൂക്കം പോലും അള്ളാഹു അനീതി കാണിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അണുമണിത്തൂക്കം ഈമാനുള്ളവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തും എന്നർത്ഥം. ഫയശ്ഫഉൻ നബിയ്യൂന വൽ മലായികതു വൽ മുഅ്മിനൂൻ, അങ്ങനെ നബിമാരും മലക്കുകളും വിശ്വാസികളും എല്ലാവരും ശുപാർശ പറയുമ്പോൾ ഫയഖൂലുൽ ജബ്ബാറു ബഖിയത് ഷഫാഅത്തി, ഇനി എൻ്റെ ഷഫാഅത്ത് ബാക്കിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം നിലക്ക് നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഫയഖ്ബിദു ഖബ്ദതൻ മിനന്നാർ, അങ്ങനെ നരകത്തിൽ നിന്നൊരു പിടുത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിക്കും. ഫയുഖ്രിജു അഖ്വാമൻ ഖദും തുഹിഷു, നരകത്തിൽ കത്തിയെരിഞ്ഞ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തേക്ക് കൊണ്ടുവരും. ഫയുൽഖൗന ഫീ നഹരിൻ ബി അഫ്വാഹിൽ ജന്ന, സ്വർഗത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു നെഹർ, ആ നെഹർ, ആ പുഴയ്ക്കുള്ള പേര് യുഖാൽ ലഹു മാഉൽ ഹയാത്ത് എന്നാണ്. ജീവൻ നൽകുന്ന വെള്ളം എന്നാണ് ആ പുഴ അറിയപ്പെടുന്നത്. കാരണം ആ പുഴയിലേക്ക് നരകത്തിൽ കത്തി എരിഞ്ഞ് മരിച്ചുപോയ ആളുകളെ, അതല്ലെങ്കിൽ നശിച്ചുപോയ ആളുകളെ, അവരെ ഈ പുഴയിലേക്കിടുമ്പോൾ അവർക്ക് ജീവൻ വെക്കും. ഫയൻബുത്തൂന ഫി ഹാഫതൈഹി കമാ തൻബുത്തുൽ ഹിബ്ബത്തു ഫി ഹമീലിസ്സൈൽ. ഒരു പുഴ ഒഴുകി വന്നാൽ, ഒരു നദി ഒഴുകി വന്നാൽ അതിൻ്റെ രണ്ട് പാർശ്വങ്ങളിലും വെള്ളത്തിൻ്റെ നനവ് കാരണം ചെറിയ ചെറിയ ചെടികളും സസ്യലതാദികളും മുളച്ചു പൊന്തുന്നത് പോലെ ഈ മാ ഉൽ ഹയാത്തിൽ മഹ്ശറിലുണ്ടാകുന്ന ഒരു തരം വെള്ളമാണ് മാ ഉൽ ഹയാത്ത്. അത് സ്വർഗത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഉണ്ടാവുക. മാ ഉൽ ഹയാത്ത് എന്നാണ് ആ നെഹറിൻ്റെ, ആ പുഴയുടെ പേര്. നരകത്തിൽ കത്തിക്കരിഞ്ഞ ആളുകളെ ഈ പുഴയിലേക്ക് ഇടപെടും അള്ളാഹുവിൻ്റെ ശുപാർശ കാരണത്താലും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ ശുപാർശയാലും. ഇവിടെ അള്ളാഹുവിൻ്റെ ശുപാർശ എന്ന് ഇവിടെ ഹദീസിൽ പറഞ്ഞത് ബഖിയത് ഷഫാഅത്ത്, എൻ്റെ ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു വേറെ ആരുടെങ്കിലും ശുപാർശ പറയൂ എന്ന അർത്ഥത്തിലല്ല. ഉലമാക്കൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ അള്ളാഹുവിൻ്റെ ശുപാർശ കൊണ്ട് ഉദ്ദേശം അള്ളാഹു അവൻ്റെ വകയായി രക്ഷപ്പെടുത്തലാണ്. അങ്ങനെ മാ ഉൽ ഹയാത്തിലിട്ടാൽ സസ്യലതാദികൾ മുളച്ചു പൊന്തുന്നത് പോലെ അതിൽ അവർ ജീവൻ ലഭിക്കുകയും അങ്ങനെ അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വിശ്വാസികളുടെ ശുപാർശയും മഹ്ശറിലുണ്ടാകും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നല്ല കൂട്ടുകാരെ, വിശ്വാസികളെ സുഹൃത്തുക്കളായി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ പ്രവിശാലമായ കാരുണ്യം എത്രമാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനേക്കാൾ ഗൗരവമുള്ളതാണ് നമസ്കാരവും നോമ്പും മറ്റ് നന്മകളൊക്കെ ഉണ്ടെങ്കിലും ചില അമലുകൾ നമ്മെ നരകത്തിൽ പ്രവേശിപ്പിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മോശമായ അമലുകളിൽ നിന്ന് നാം തീർച്ചയായും വിട്ടുനിൽക്കണം. കാരണം നരകത്തിൽ ഒരു സെക്കൻഡ് പോലും നരകത്തിലെ ശിക്ഷ ആസ്വദിക്കാൻ കഴിയില്ല. ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറൻ വ മുഖാമ. നരകത്തിൻ്റെ ശിക്ഷയെന്ന് പറഞ്ഞാൽ അസഹനീയമാണ്. അത് വളരെ മോശമായ പര്യവസാന സ്ഥലവുമാണ്. അതുകൊണ്ട് നരകത്ത് പോയാലും സ്വർഗത്തിൽ പോവാലോ എന്ന് വിചാരിച്ച് തിന്മ ചെയ്യരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കാരണം നരകത്തിൻ്റെ ശിക്ഷ നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്ന് മനസ്സിലാക്കുക. ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞു, ലയദ്ഖുലന്നൽ ജന്നത ബിശഫാഅത്തി റജുലിൽ വാഹിദി ലൈസ ബിനബിയ്യിൻ മിസ്ലുൽ ഹയ്യൈനി ഔ അഹദിൽ ഹയ്യൈനി റബീഅത വ മുദർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്,
സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും ബി ഷഫാഅത്തിർ റജുലിൽ വാഹിദി, ഒരൊറ്റ ആളുടെ ശുപാർശ കാരണത്താൽ തന്നെ, ഒരാളുടെ ശുപാർശ കാരണത്താൽ തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. ആ വ്യക്തിയാകട്ടെ ലൈസ ബി നബിയിൻ, ഒരു നബിയൊന്നുമല്ല, മിസ്ലുൽ ഹയ്യൈൻ, രണ്ട് വലിയ ഗോത്രങ്ങളിൽ എത്ര ആളുകളുണ്ടോ അത്രയും ആളുകളെ എന്നാണ്. ഔ അഹദിൽ ഹയ്യൈൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോത്രത്തിലുള്ള റബീഅ വ മുദർ, റബീഅ ഗോത്രം അല്ലെങ്കിൽ മുദർ ഗോത്രം, ഒരുപാട് മെമ്പർമാരുള്ള ഗോത്രങ്ങളാണ്. അത്രയും ആളുകൾ ഒരാളുടെ ശുപാർശ കൊണ്ട് തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്നാണ്. അപ്പോൾ ഒരു വിശ്വാസിയുടെ ശുപാർശ കാരണത്താൽ തന്നെ ധാരാളം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ ശുപാർശ തീർച്ചയായും അതുണ്ട് മഹ്ശറിൽ. അത് വളരെ വലിയ ഒരു നിഅമത്ത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന്. അതേപോലെ തന്നെ അൽ മിഖ്ദാം ഇബ്നി മഅദി കരിബ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലിശ്ശഹീദി ഇൻദല്ലാഹി സിത്തു ഖിസാൽ, ശുഹദാക്കൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ 6 ഗുണങ്ങളുണ്ട്. അതിൽ ഒന്ന് യുഗ്ഫറു ലഹു ഫി അവ്വലി ദഫഅ, ശത്രുവിൻ്റെ ഒന്നാമത്തെ ആയുധം കൊണ്ടുള്ള മുറിവേൽക്കുമ്പോൾ തന്നെ, ഒന്നാമത്തെ വെട്ടേൽക്കുമ്പോൾ തന്നെ അയാളുടെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും. വയറാ മഖഅദഹു മിനൽ ജന്ന, സ്വർഗത്തിലെ സീറ്റ് അള്ളാഹു കാണിച്ചു കൊടുക്കും. വയുജാറു മിന അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കും. വയഅ്മനു മിനൽ ഫസഇൽ അക്ബർ, ഏറ്റവും വലിയ ഫസഇൽ നിന്ന് അഥവാ ഖിയാമത്ത് നാളിൻ്റെ ഭയാനകതയിൽ നിന്ന് അള്ളാഹു അവർക്ക് സംരക്ഷണം നൽകും. വയൂദഉ അലാ റഅസിഹി താജുൽ വഖാർ, ബഹുമാനത്തിൻ്റെ ആദരവിൻ്റെ കിരീടം അണിയിക്കപ്പെടും. അൽ യാഖൂതതു മിൻഹാ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ആ കിരീടത്തിലെ ഒരു മുത്തുപോലും ഈ ദുനിയാവിലുള്ള മുഴുവൻ വിഭവങ്ങളെക്കാൾ ഖൈറായതാണ്. വയുസവ്വജു സിൻതൈനി വസബഈന സൗജതൻ മിനൽ ഹൂരിൽ ഈൻ, 72ഓളം ഹൂറുലീങ്ങളിൽ നിന്നുള്ള ഇണകളെ വിവാഹം ചെയ്തു കൊടുക്കും. വയുശഫഉ ഫീ 70 മിൻ അഖാരിബിഹി, വയുശഫഉ ഫീ 70 മിൻ അഖാരിബിഹി, തൻ്റെ കുടുംബത്തിൽപ്പെട്ട 70ഓളം ആളുകൾക്ക് ശുപാർശ പറയാനുള്ള അവസരം നൽകും. അവരുടെ ശുപാർശ സ്വീകരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ 70ഓളം ആളുകൾക്ക് ശുപാർശ പറയാൻ, കുടുംബത്തിൽ 70 ആളുകൾക്ക് ശുപാർശ പറയാനുള്ള, അത് മിനിമമാണ്, അതിനേക്കാൾ കൂടുതലും ഉണ്ടായേക്കാം, ശുഹദാക്കൾക്ക് അവസരമുണ്ടാകും. അപ്പോൾ അതും വളരെ വലിയ നിഅമത്താണ്. അപ്പോൾ ശുഹദാക്കളുടെ ശുപാർശ, മുഅ്മിനുകളുടെ ശുപാർശ, മലക്കുകളുടെ ശുപാർശ, അമ്പിയാക്കളുടെ ശുപാർശ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ, അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം കൊണ്ട് അവൻ്റെ പിടുത്തത്തിലൂടെ, 3 പിടുത്തത്തിലൂടെ ഉണ്ടാകുന്ന സ്വർഗാവകാശികളായ ആളുകൾ, ഇതൊക്കെ മഹ്ശറിൽ ഇൻഷാ അല്ലാഹ് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ചെറിയ പ്രായത്തിൽ മരിച്ചുപോയ കുട്ടികൾ, അവർ കാരണത്താൽ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കും. ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ അബി ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു ഖാല ഖുൽതു ലി അബി ഹുറൈറ, ഞാൻ ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇന്നഹു ഖദ് മാത ലി ഇബ്നാൻ ഫമാ അൻത മുഹദ്ദിസി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹദീസിൻ തുതയ്യിബു ബിഹി അൻഫുസനാ അൻ മൗതാന. അബൂ ഹസ്സാൻ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, 2 ആൺകുട്ടികൾ എനിക്ക് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയത്തിന് ആശ്വാസം നൽകുന്ന വല്ലതും, പ്രവാചകനിൽ നിന്ന് കേട്ട വല്ല ഹദീസുകളും താങ്കളുടെ വകയല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട വല്ല ഹദീസും എൻ്റെ മനസ്സിനൊരാശ്വാസം ലഭിക്കാൻ, മരിച്ചവരെ സംബന്ധിച്ച് ഒരാശ്വാസം ലഭിക്കാനുള്ള വല്ല ഹദീസും താങ്കൾ കേട്ടിട്ടുണ്ടോ? ഖാല, അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതേ കേട്ടിട്ടുണ്ട്. എന്താണത്? സിഗാറുഹും ദആമീസുൽ ജന്ന, ചെറിയ കുട്ടികൾ സ്വർഗത്തിൽ വേർപെട്ടു പോകാതെ ഓടിക്കളിക്കുന്നവരായിരിക്കും എന്നാണ്. ശരിക്കും ദആമീസ് എന്ന് പറഞ്ഞാൽ പുഴയിൽ അതല്ലെങ്കിൽ വെള്ളക്കെട്ടുകളിൽ വെള്ളത്തിൻ്റെ പ്രതലത്തിലൂടെ നീങ്ങുന്ന, എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു തരം ജീവി, പ്രാണി, അതിനാണ് ദആമീസ് എന്ന് പറയുന്നത്. ആ വാക്ക് ഉപയോഗിക്കുന്നത് അതിനാണ്. ഇവിടെ ഉദ്ദേശം സ്വർഗത്തിൽ ഓടി നടക്കുന്ന ഒരവസ്ഥ എന്നാണ് ഇത് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ സിഗാറുഹും ദആമീസുൽ ജന്ന, കുട്ടികൾ സ്വർഗത്തിൽ ഓടിക്കളിക്കുന്നവരായിരിക്കും. യതലഖ അഹദുഹും അബാഹ്, അങ്ങനെ അവർ സ്വർഗത്തിൻ്റെ പുറത്ത് അവരുടെ പിതാവിനെ കണ്ടെത്തും. ഔ ഖാല അബവൈ, അല്ലെങ്കിൽ മാതാപിതാക്കളെ കണ്ടെത്തും. ഫയഖുദു ബി സൗബിഹി,
അപ്പോൾ ആ ഉപ്പയുടെ അതല്ലെങ്കിൽ മാതാവിൻ്റെ പിതാവിൻ്റെ വസ്ത്രത്തിൽ പിടിക്കും. ഔ ഖാല ബിയദിഹി, അല്ലെങ്കിൽ കൈകളിൽ പിടിക്കും. കമാ ആഖുദു അന ബിസ്വനിഫത്തി സൗബിക് ഹാദ. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബൂ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വസ്ത്രം പിടിച്ച് കാണിച്ചു കൊടുത്തു. ഇതേപോലെ പിടിക്കും. കുട്ടികൾ മാതാപിതാക്കളുടെ ഡ്രസ്സ് പിടിച്ച് വലിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു രംഗം നമുക്കറിയാം. ഏറെ സന്തോഷം നൽകുന്ന ആ ഒരു രംഗമാണ്. ചെറിയ കുട്ടികൾ മാതാപിതാക്കളുടെ കൈ പിടിച്ചോ വസ്ത്രം പിടിച്ചോ അവർക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് അവർ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. എന്നതുപോലെ സ്വർഗത്തിലുള്ള അഥവാ ചെറിയ പ്രായത്തിൽ മരിച്ചു പോകുന്ന കുട്ടികൾ, വിശ്വാസികളുടെ മക്കൾ, അവർ സ്വർഗത്തിലായിരിക്കും. അവർ ഈ മാതാപിതാക്കളുടെ കൈ പിടിച്ച് വസ്ത്രം പിടിച്ച് ഫലാ യതനാഹ, അവർ നിർത്തുകയില്ല. ഹത്താ യുദ്ഖിലഹുല്ലാഹു വ അബാഹുൽ ജന്ന, അവരെയും അവരുടെ ഉപ്പയെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ. അപ്പോൾ അവരെയും അവരുടെ ഉപ്പമാരെയും മാതാപിതാക്കളെയും അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പോൾ മഹ്ശറിൽ വെച്ച് നടക്കുന്ന സംഭവമാണ്. മക്കൾ മാതാപിതാക്കളെ കാണും. ആ മക്കൾ മാതാപിതാക്കളെയും കൂടി കൂട്ടിയിട്ടാണ് സ്വർഗത്തിലേക്ക് പോവുക. മാതാപിതാക്കളെ കൂടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അവരെ കൂടി പ്രവേശിപ്പിക്കുന്നത് വരെ അവർ അള്ളാഹുവിനോട് ആ മാതാപിതാക്കൾക്ക് വേണ്ടി പറയുമെന്നാണ്. അൽഹംദുലില്ലാഹ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമൈനി യമൂതു ലഹുമാ സലാസതു ഔലാദിൻ ലം യബ്ലുഗുൽ ഹിൻസ് ഇല്ലാ അദ്ഖലഹുമുല്ലാഹ് വ ഇയ്യാഹും ബിഫദ്ലി റഹ്മതിഹിൽ ജന്ന. നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരാൾക്ക് 3 മക്കൾ മരണപ്പെട്ടാൽ അവർ ഈ വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അള്ളാഹുവിൻ്റെ ഫദ്ൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടും അവർ കാരണം അവർ സ്വർഗത്തിൽ പോകും. മറ്റൊരു റിവായത്തിലുള്ളത് 2 ആണെങ്കിലും മതി. യുഖാലു ലഹും, അവരോട് പറയും ഉദ്ഖുലുൽ ജന്ന, ആ മക്കളോട് പറയും നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് പറയും. ഖാല ഫയഖൂലൂൻ, അപ്പോൾ മക്കൾ പറയും ഹത്താ യജീഅ അബവാന, ഞങ്ങളുടെ മാതാപിതാക്കൾ കൂടി വന്നാലേ ഞങ്ങൾ സ്വർഗത്തിൽ പോവുള്ളൂ, ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും സ്വർഗത്തിലേക്ക് വരണം. ഖാല സലാസ മറാത്തിൻ, 3 തവണ അവരങ്ങനെ പറയും. ഫയഖൂലൂന മിസ്ല ദാലിക്, അപ്പോഴൊക്കെ അവരും അങ്ങനെ പറയും. ഫയുഖാലു ലഹും, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും ഉദ്ഖുലുൽ ജന്നത അൻതും വ ആബാഉക്കും, നിങ്ങളും നിങ്ങളുടെ പിതാക്കളും സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ. അങ്ങനെ മക്കളുടെ ശുപാർശ കാരണത്താൽ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. എന്നാൽ നിരന്തരം ശാപവാക്കുകൾ പറയുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ ചിലർക്ക് നാളെ ഖിയാമത്ത് നാളിൽ ശുപാർശക്കുള്ള അവസരം ലഭിക്കൂല എന്നാണ്. കാരണം വിശ്വാസികളൊക്കെ പരസ്പരം ശുപാർശ പറയുമ്പോൾ പരസ്പരം ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരം ഉണ്ടാവുകയില്ല. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യകൂനു ലആനൂന ശുഫആ വലാ ശുഹദാ യൗമൽ ഖിയാമ, ശാപവാക്കുകൾ പറയുന്ന ആളുകൾ ഖിയാമത്ത് നാളിൽ സാക്ഷികളാവുകയുമില്ല, ശുപാർശക്കാരാവുകയുമില്ല. അതുകൊണ്ട് പരസ്പരം ശപിച്ചു പറയുന്ന ഒരവസ്ഥ നമ്മൾ ഒഴിവാക്കണം. കാരണം വിശ്വാസികളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ശാപവാക്കുകൾ പറയാൻ കഴിയില്ല. അത് മാതാപിതാക്കളോ മക്കളോ കുടുംബക്കാരോ നാട്ടുകാരോ സുഹൃത്തുക്കളോ ആരുമാകട്ടെ, അവരെ സ്നേഹിക്കുന്നവർക്ക് അവരെ ശപിക്കാനോ അവരോട് മോശമായി പെരുമാറാനോ സാധ്യമല്ല. അതിൻ്റെ അർത്ഥം അവരുടെ ഹൃദയത്തിൽ അവരോട് സ്നേഹമില്ല എന്നാണ്. ആ സ്നേഹമുണ്ടെങ്കിൽ അവർ ശാപവാക്കുകൾ പറയില്ല. എങ്കിൽ ഖിയാമത്ത് നാളിലും അവർക്ക് ശുപാർശ പറയാനൊരവസരം ലഭിക്കാതെ പോയേക്കും. അതുകൊണ്ട് പരസ്പരം ശപിക്കുന്ന ശാപവാക്കുകൾ പറയുന്ന സ്വഭാവം നമ്മൾ ഒഴിവാക്കണം. വിശ്വാസികളാകണം, വിശ്വാസികളുടെ കൂടെയാകണം. പ്രവാചകൻ്റെയും മറ്റും ശുപാർശ ലഭിക്കാനുള്ള ഒരു അർഹത നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നാം വിശദീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് സ്വർഗാവകാശികളായി തീരുകയും ചെയ്യുന്ന വലിയ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.